81 ദിവസമായി സെക്രട്ടേറിയറ്റ് പടിക്കൽ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സമരം നടത്തുന്ന ആശമാർ ഇതിനോടകം സമരത്തിന്റെ വിവിധ ഘട്ടങ്ങളിലൂടെ കടന്നു. ഓണറേറിയം 21,000 രൂപയാക്കി വർദ്ധിപ്പിക്കണം, പെൻഷൻ ആനുകൂല്യങ്ങൾ അനുവദിക്കണം, പെൻഷൻ സമയത്ത് 5 ലക്ഷം രൂപ പെൻഷൻ ആനുകൂല്യമായി നൽകണം, 65 വയസ്സ് വരെ വിരമിക്കൽ പ്രായം ഉയർത്തണം തുടങ്ങിയ ആവശ്യങ്ങളായിരുന്നു ആശമാർ മുന്നോട്ട് വെച്ചിരുന്നത്. എന്നാൽ കേവലം ഒരു സമരമായി സെക്രട്ടേറിയറ്റ് പടിക്കലേക്ക് വന്നവർ അവിടെ നിരാഹാരം ഇരിക്കുന്നതിലേക്കും പിന്നീട് തലമുണ്ഡനം ചെയ്യുന്നതിലേക്കും പൗരസാഗരം സംഘടിപ്പിക്കുന്നതിലേക്കും അടക്കം സമരത്തിന്റെ വിവിധ മുറകൾ ഇതിനോടകം പരീക്ഷിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിൽ തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിന്റെ പാർട്ടി എന്ന നിലയിൽ ഇടതുപക്ഷ സർക്കാർ ഈ തൊഴിലാളികളെ ഏറ്റവും അനുഭാവപൂർവ്വം ചേർത്ത് പിടിച്ചുകൊണ്ട് 5 പ്രാവശ്യം ആശമാരുമായി ചർച്ച നടത്തുകയും വീണ ജോർജ് 2 പ്രാവശ്യം കേന്ദ്രമന്ത്രി നദ്ദയെ കാണാനുള്ള ശ്രമം നടത്തുകയും ചെയ്തു. എന്നാൽ ഒരു പ്രാവശ്യം കാണാൻ അവസരം ലഭിച്ചപ്പോൾ നദ്ദ പൂർണ്ണമായും ആശമാരെ തൊഴിലാളികളാക്കി മാറ്റണം എന്നുള്ള കേരളത്തിന്റെ ആവശ്യം തള്ളുകയും ഇൻസെന്റീവ് കൂട്ടുന്ന കാര്യത്തിൽ യാതൊരു നടപടിയും കൈക്കൊള്ളാൻ കഴിയില്ല എന്ന് അറിയിക്കുകയും ആശമാരുടെ കാര്യത്തിൽ യാതൊരു നീക്കുപോക്കിനും തയ്യാറാകാതിരിക്കുകയും ചെയ്തു. എന്നാൽ നദ്ദ ആശമാർക്ക് ആനുകൂല്യങ്ങൾ കൂട്ടിത്തരുമെന്ന് പറഞ്ഞ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി സമരപ്പന്തലിൽ വന്ന് വളരെ വലിയ പ്രകടനങ്ങളാണ് കാഴ്ചവെച്ചു പോയത്. അത് വലിയ വിവാദത്തിലേക്ക് മാറുകയും ചെയ്തു. മറ്റു പാർട്ടിക്കാരുടെ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി അവരുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിയിട്ട് തുടങ്ങിവെച്ച സമരം ഇപ്പോൾ ആശമാർക്ക് തന്നെ വലിയ നിരാശ നൽകുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ കൊണ്ടുചെന്ന് എത്തിച്ചിരിക്കുന്നത്. പിണറായി സർക്കാർ നടത്തുന്നത് ഭരണ പരാജയമാണ് എന്നും താഴേക്കിടയിലുള്ള തൊഴിലാളികൾ ഉൾപ്പെടെ പിണറായി സർക്കാരിന്റെ കീഴിൽ വളരെയധികം കഷ്ടപ്പെടുന്നുണ്ട് എന്നും പൊതുജനത്തിനെ എങ്ങനെയെങ്കിലും വിശ്വസിപ്പിച്ച് അടുത്ത ഇലക്ഷനിൽ പിണറായിക്ക് കിട്ടുന്ന വോട്ടിന്റെ ഭൂരിപക്ഷം കുറച്ച് അധികാരത്തിൽ കയറാമെന്നുള്ള കോൺഗ്രസിന്റെയും BJPയുടെയും രഹസ്യ അജണ്ടയാണ് 81 ദിവസമായി കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത്. നിർധന തൊഴിലാളികൾ എന്ന നിലയിൽ അവരുടെ ആവശ്യം ആദ്യം കേരളത്തിന്റെ തന്നെ ആവശ്യമായി മാറിയെങ്കിലും ക്രമേണ കേരള സർക്കാർ അല്ല കേന്ദ്ര സർക്കാർ തന്നെയാണ് ആശാ തൊഴിലാളികളെ നിയമിച്ചതെന്നും അവരുടെ കാര്യത്തിൽ എന്തെങ്കിലും നടപടിയെടുക്കാൻ കേന്ദ്രത്തിന് മാത്രമേ കഴിയൂ എന്നുമുള്ള സംസ്ഥാന സർക്കാരിന്റെ വാദം കേരള മനസാക്ഷി അംഗീകരിക്കുകയാണ് ഉണ്ടായത്. കേന്ദ്രത്തിനോട് യാതൊരുവിധ ആനുകൂല്യങ്ങളും കൂട്ടിച്ചോദിക്കാൻ തയ്യാറാകാതിരുന്ന ആശമാർ പഹൽഗാം വിഷയം വല്ലാതെ ഉലച്ചു. ദിവസം 1, 2, 3 പ്രമുഖ ചാനലുകളുടെ ചർച്ചയും പ്രമുഖ പത്രങ്ങളുടെ മുഖചിത്രവുമായി മാറിയിരുന്ന ആശമാർ പഹൽഗാം വിഷയം വന്നതോടുകൂടി വാർത്താ പ്രാധാന്യമില്ലാത്തവരായി ചുരുങ്ങി. രാഷ്ട്രീയ നേതാക്കന്മാർ ഇത്തരം വലിയ വാർത്തകളുടെയും വിവാദങ്ങളുടെയും പിന്നാലെ പാഞ്ഞതോടുകൂടി ആശമാർ ആകെ പെട്ടു എന്ന് പറഞ്ഞാൽ മതി. സമരം ചെയ്യിപ്പിച്ചവരും പിന്നിൽ നിന്ന് ചരട് വലിപ്പിച്ചവരും കൂടെ ഇരുന്നവരും ആരുമില്ലാതെ ആശമാരുടെ അക്കൗണ്ടിൽ കൃത്യമായി എത്തിക്കൊണ്ടിരുന്ന സമരം നടത്തുന്നതിന്റെ കൂലി പോലും കിട്ടാത്ത ഗതി വന്നപ്പോഴാണ് സമരത്തിന്റെ തുടക്കം മുതൽ ചുക്കാൻ പിടിച്ച മിനി പോലും കേന്ദ്ര സർക്കാരിനെ പഴി പറഞ്ഞുകൊണ്ട് പരസ്യമായി രംഗത്ത് വന്നത്. എന്നാൽ ഇന്ന് മെയ് 1 തൊഴിലാളി ദിനത്തിൽ ആശമാരുടെ സമരത്തിന്റെ മറ്റൊരു മുഖത്തിനാണ് സെക്രട്ടേറിയറ്റ് സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. മെയ് 5 മുതൽ ജൂൺ 17 വരെ നീണ്ടു നിൽക്കുന്ന കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള രാപ്പകൽ കാൽനട ജാഥ സംഘടിപ്പിക്കുമെന്ന് ആശമാർ മുന്നേ അറിയിച്ചിരുന്നു. പിണറായി സർക്കാരിന്റെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നടക്കുന്ന വികസന പ്രവർത്തനങ്ങളെ പറ്റി പറഞ്ഞുകൊണ്ടുള്ള ജാഥയ്ക്ക് സമാന്തരമായാണ് ഇത് സംഘടിപ്പിച്ചിരുന്നത്. അതിന്റെ ഫ്ലാഗ് ഓഫ് തൊഴിലാളി ദിനത്തിൽ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ വെച്ച് ആശമാർ നടത്തും. വിഴിഞ്ഞം തുറമുഖ പദ്ധതി കമ്മീഷനിങ്ങുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തലസ്ഥാനത്തെത്തുന്നതിന് വൻ സുരക്ഷാ സംവിധാനങ്ങളും ഗതാഗത നിയന്ത്രണവും ഉൾപ്പെടെ നടത്തുന്ന ഈ ഒരു ദിവസം ആശമാർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തുന്ന സമരം എത്ര കണ്ട് വിജയിക്കുമെന്നും എത്ര കണ്ട് നടത്താൻ കഴിയുമെന്നും കണ്ടറിയണം. സുരക്ഷാ വീഴ്ച ഉണ്ടാകാതെ ഇന്നത്തെ പരിപാടി നടത്താൻ സംസ്ഥാന സർക്കാരിനെ ബുദ്ധിമുട്ടിലാക്കുന്ന തരത്തിലാണ് ആശമാർ സമരം ഇന്ന് തന്നെ കടുപ്പിക്കാൻ ഒരുങ്ങുന്നത്.